ഓ, ഇന്നാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകണല്ലോ. എനിക്ക് മടിയാണ്. എന്തായാലും നമുക്കൊന്ന് പോവാം. നടക്കുള്ളൂ എന്തായാലും. അപ്പോൾ എവിടേക്കാ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലോട്ടേക്ക് പോവാണ്. എൻ്റെ ഈ വീടില്ല, എനിക്ക് ടോട്ടൽ 3 വീടാണുള്ളത്. അങ്ങോട്ടേക്ക് പോകണം ഇനി 3ാമത്തെ വീട്ടിലോട്ടേക്ക്. അപ്പോൾ ഞാനാണെങ്കിൽ 3ാമത്തെ വീട്ടിലോട്ട് പോയി ഇത്തിരി പാടുപെടും തോന്നുന്നു. എന്തായാലും അങ്ങോട്ട് പോവാ, അതന്നെ നടക്കുള്ളൂ. അവിടെ ആയിരിക്കും ഈ വീടിനുള്ളൂ. ഈ വീട് മറ്റേ വീട് ഞാൻ വിൽക്കാൻ പോവാന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ എപ്പോഴും തുറന്നുള്ള കമൻറ്റ് അറിയാം. ഓക്കെ, അപ്പോൾ വണ്ടി ബാക്കോട്ട് എടുക്കുക, വണ്ടി എടുക്കുക, ബാക്കോട്ട് എടുക്കുക, അങ്ങനെ തന്നെ വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്ക്. ഇതെന്താ പോകാത്ത വണ്ടി? ഒരു ഫീച്ചർ കാണിച്ചിട്ട് 3, 2, 1 സ്റ്റാർ. കാണാ ജിമ്മി വെച്ച് MB ഫീച്ചറുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അതെന്താ വണ്ടി പോകാത്ത? അങ്ങനെ തന്നെ. ഓൾ റൈറ്റ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ എനിക്ക് നല്ല പാടുപെടുന്നുണ്ട്. അയ്യോ രക്ഷപ്പെട്ട്. അങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളുടെ ഇടയിൽ നമ്മളൊരു കാര്യം പറയാൻ വന്നു. ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു വീഡിയോയിലേക്ക് ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഗൈസ്, ഞാൻ ഈ വീഡിയോക്ക് താഴെ ചെയ്യുന്നത് 5K ലൈക്കാണ്. 5K ലൈക്ക് പരമാവധി ചെയ്യാനായിട്ട് 5K ലൈക്ക് ആക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഗൈസ്, നമ്മുടെ സെക്കൻഡ് ചാനൽ സാക്കഡ് ആയി പോയി. നമ്മുടെ സെക്കൻഡ് ചാനൽ റെഗുലറായിട്ട് പോയിരിക്കുകയാണ്. ഞാൻ ഡെയിലി വീഡിയോസ് വരുന്നത് ചിലപ്പോൾ ഈ ചാനലിലായിരിക്കും കേട്ടോ. അപ്പോൾ ആ ചാനൽ സബ്സ്ക്രൈബ് ഫുൾ സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഗൈസ്, നമ്മുടെ ഷിൻജാനെ കുറച്ചായിട്ട് നമ്മുടെ ഷിൻജാനെ കൊണ്ടുവരാൻ പോകണം. ഷിൻജാനെ നമ്മൾ വീഡിയോ എടുക്കണമായിട്ട് ഷിൻജാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നല്ല വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഷിൻജാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഷിൻജാൻ സിറ്റിയിലേക്ക് വേണ്ടി പറഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ ബാക്ക് എടുത്ത് നമ്മൾ ഷിൻജാനെ കുറച്ച് കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ പോകണം. നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് ബാക്കിൽ കയറ്റി വയ്ക്കാം. അയ്യോ, വണ്ടി അടിച്ച് കുഴപ്പമില്ല. ഓക്കെ, ഇപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ കൊണ്ടുപോകാൻ കയറ്റുക. ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ അങ്ങനെ വണ്ടി എടുത്ത് എങ്ങനെയെങ്കിലും കൊണ്ട് കയറ്റിയൊക്കെ ഞാൻ ആലോചിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും വണ്ടി ഓടിക്കാൻ അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയൊക്കെ ചെയ്യുക. പക്ഷേ ഇടയ്ക്ക് ഉണ്ടാവും, തട്ടുമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ പോയിട്ടൊന്ന് കുറച്ച് നേരം ബെഡ്റൂമിൽ പോയിട്ടൊന്ന് കിടക്കട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്ത് ഓടിച്ചതിൻ്റെ ക്ഷീണം എനിക്കുണ്ട്. ഞാൻ എന്തായാലും ചെന്നിട്ട് പോയിട്ട് കേൾക്കട്ടെ. കുറച്ച് നേരമല്ലേ, നമുക്കൊന്ന് കയറുന്നിട്ട് ഷിൻജാനെ വിളിക്കാൻ വേണ്ടി പോകണം. നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെക്ക് കോഡുകളിലൊക്കെ നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം അധികമായിട്ട് ഞാൻ ഷെയർ ചെയ്യണ്ടല്ലോ. എല്ലാവർക്കും അറിയായിരിക്കില്ല, ചിലപ്പോൾ അറിയായിരിക്കാം. അങ്ങനെ എനിക്ക് പറയുള്ളൂ. അങ്ങനെ തന്നെ. ഓക്കെ, നല്ല മഴ പെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ എണീച്ചുള്ളൂ. നല്ല മഴയും പെയ്യുന്നൊക്കെ തന്നെ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫോഗിൽ മഴ പെയ്യാന്നുള്ളത് കണ്ടിട്ടുണ്ടോ? നല്ല ഇടിമിട്ടുണ്ട്. ഇപ്പോൾ ഇടിവിട്ട് ശബ്ദങ്ങളിലൊക്കെ തന്നെയാണ് നിങ്ങൾ കേട്ടത് കേട്ടോ. അയ്യോ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഞാൻ പറയണത്. അയ്യോ ഇതെന്തുട്ടത്? എന്തുട്ട് നഷ്ടത് കേസ്. ഞാനിങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടുപോയി. ഫോഗും പിന്നെ ഇതും രണ്ടും മാനേജ് ചെയ്യാൻ പറ്റണില്ല. എങ്ങനെയൊക്കെ തിരിച്ച് താഴത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ തന്നെ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിപ്പ് പറയുന്നുണ്ടെന്ന്. എന്താണെന്ന് ഞാൻ കാണിച്ചത് 9129 ആണ് കേട്ടോ. അതിൻ്റെ ചിപ്പ് കൂടുന്ന പറയുക ഇൻഫിനിറ്റ് ഹെൽത്താണ്. ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ അടിച്ചിട്ടുണ്ടാവണം. വീഡിയോ എടുക്കണമല്ലോ, യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഇത് മസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവണം. ഞാനിപ്പോൾ ഷിൻജാനെ വിളിക്കാനായിട്ടാണല്ലോ പോകുന്നത്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാൽ ചാവില്ല, ഡെഡാവില്ല. അതാണ് ഞാൻ ഷിൻജാനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഷിൻജാനെ എയർപോർട്ടിൽ എൻ്റെ ഇടയിലാണെങ്കിൽ ലെസ്റ്ററിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിൽ എത്തി വേറെ ഷിൻജാനെ വിളിച്ച ലെസ്റ്ററിനെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഷിൻജാനെ വിളിച്ചാൽ നമുക്ക് നേരെ ലെസ്റ്ററിൻ്റെ അടുത്തേക്ക് പോവാം. ഷിൻജാനെ പറ്റിയ വേറെ ക്ഷീണമൊക്കെ ഉണ്ടാവില്ലേ? ഉറപ്പാണ് ക്ഷീണം ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷിൻജാൻ അത്രയ്ക്കധികം ഫ്ലൈറ്റിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടൊന്നും ആളൊന്നുമല്ല. അപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ. ഷിൻജാനെ അധികമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നാവോ ആർക്കറിയാം കേസ്. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ടേക്കൊന്ന് ചെല്ലട്ടെ. അവിടേക്ക് ഇത്തിരി നേരം പിടിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇത് രണ്ടും ചെയ്യാം. പിന്നെ അതുപോലെ നമുക്കിത് വിൽക്കണ വേണ്ടൊന്നും. ഇത് നമ്മുടെ എനിക്ക് 2 വീടുണ്ട്. അതിൽ ഞാൻ ആദ്യം കിടന്ന വീടില്ല, അവിടെ ഞാൻ വിൽക്കണില്ല. 3ാമത്തെ വീട്. ബാക്കി 2 വീടിൽ ഏതെങ്കിലും ഒരു വീട് വിൽക്കണം എന്നുള്ളത് താഴെ കമൻറ്റ്. 2 വിൽക്കാല്ലേ, എത്ര പ്രൈസിൽ വിൽക്കണം എന്നൊക്കെ ഉള്ളത് താഴെ കമൻറ്റിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഓൾഡറായി നമ്മളതിനെ എയർപോർട്ടിലേക്ക് എത്തിയിട്ട് അങ്ങനെ അപ്പോൾ ഷിൻജാൻ ഫ്ലൈറ്റാണ് അവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ഷിൻജാനൊന്ന് വിളിച്ചോട്ടെ. ഷിൻജാനാണെങ്കിൽ ഇപ്പോൾ തന്നെ അല്ല, അപ്പോൾ ഷിൻജാനാണെങ്കിൽ വിളിച്ചു നോക്കും വേണം, എല്ലാം ചെയ്യും വേണം. ഓക്കെ, നമുക്കൊന്ന് ഇതൊന്ന് കഴിഞ്ഞിട്ട് കാണാം. അതിൽ ഈ മഴ ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഷിൻജാൻ നിങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഷിൻജാൻ, നിൻ്റെ എയർപോർട്ട് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറ. ഫ്രാങ്ക്ലിനാ അത് പിന്നെ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും നമുക്ക് ആ വീട്ടിലേക്ക് പോവാം, വേണ്ടതിന് പോവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എനിക്ക് എടുക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ തോന്നുമ്പോഴാണ് നിങ്ങൾക്ക് കാണില്ല, എനിക്കാണ് ഷിൻജാൻ ഇല്ല, നിങ്ങൾക്ക് കാണില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്, നിങ്ങൾക്ക് കാണില്ല. എന്താ വെച്ചാൽ എനിക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണില്ല. അങ്ങനെയാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തേക്കണത്. ഓക്കെ, ഫ്രാങ്ക്ലിനാ നേരെ വീട്ടിലേക്ക് വിട്ടോ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എനിക്ക് ഇപ്പോൾ ക്ഷീണമൊക്കെ ഒന്ന് നിർത്ത് മാറ്റണം. അതിനെന്താ ഷിൻജാനെ, നിനക്ക് നേരെ വീട്ടിലേക്ക് തന്നെ വിടാം, അത് നടക്കുള്ളൂ. അതിനെ ഫ്രാങ്ക്ലിനാ വീട് ഫ്രാങ്ക്ലിനാ ലെറ്റ്സ് ഗോ. അത് ഷിൻജാനെ, എനിക്ക് വീട്ടിലേക്ക് കുറച്ച് പോകണം. കാരണം എനിക്കൊരു അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണം. ശരി, ഇതിനാണെന്നല്ല എന്നെ കൊടുന്നത്. ഷിൻജാനെ, നീ അങ്ങനെ പറയില്ലടാ. ഞാനിപ്പോൾ ഒരു സ്ഥലം വരെ പോകണം. നീ വരുന്നു നേരത്തെ വിളിച്ച് പറഞ്ഞോണ്ടെങ്കിൽ ഇനി വരുന്നവർ അവർക്ക് ഒന്ന് ഉറങ്ങിയിരുന്നു. വരണ്ടെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ അയ്യോ വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ. എന്ന് വെച്ചിട്ട് നീ ഇങ്ങനെ ചതി കാണിക്കരുതിട്ടോ ഫ്രാങ്ക്ലിനാ. എന്തായാലും നമ്മുടെ വീഡിയോ നമ്മുടെ മെയിൻ ചാനലിൽ സ്ഥിരം വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. നമ്മളുടെ ലെസ്റ്ററിൻ്റെ വീഡിയോ വരുന്നത് ഈ ഭാഗത്തെ വീഡിയോ ആയിട്ടാണ്. ഈ സൈഡിലോട്ട് കാണുന്ന ആ വീടാണ് കേട്ടോ. അതൊരു പച്ച വീട് നമ്മൾ ശ്രദ്ധിച്ച് വരുന്ന വഴിയിൽ ഈ വഴി പോയിട്ടാണ് ഈ വഴി. ഈ പച്ച വീട് തന്നെയാണ് നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട് അപ്പോൾ നിൽക്കുന്നത്. ലെസ്റ്റർ വീട് പഴയ പോലെ മാറ്റിയിട്ടില്ല തോന്നുന്നു. മാറ്റാണെങ്കിൽ മാറ്റട്ടെ നമുക്ക്, അല്ലെങ്കിൽ ലെസ്റ്ററിന് നമ്മുടെ എല്ലാവരും വീട് കൊടുക്കുക ലെസ്റ്ററിന്. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, നമുക്ക് ഷിൻജാനെ വരഞ്ചി അവിടെ ഇരുന്നോ? അതിനെന്താ ഫ്രാങ്ക്ലിനാണ്, ഞാൻ അവിടെ ഇരുന്നുണ്ട്. ഓക്കെ അപ്പോൾ ലെസ്റ്റർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് റോബറിലേക്ക് വിളിക്കാൻ നമ്മൾ. ബാങ്ക് റോബറിലേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് റോബറി ഒന്നും അറിയില്ല കേസ്. അവിടെ ബാങ്ക് മോഷിച്ചിട്ടാറോ വേണ്ട റോബറി ആയിട്ടാണ് കൊണ്ടുപോകാം. ഞാൻ വരില്ല പറഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കേസ് എനിക്കറിയില്ല. ഒന്നാമത്തെ ഷിൻജാനുണ്ട്, അതേപോലെ എനിക്ക് ഉറക്ക ക്ഷീണമുണ്ട്, പിന്നെ കൊടുന്നതിൻ്റെ ഒക്കെ തന്നെ ക്ഷീണമുണ്ട്. ഓടിട്ട് ഞാൻ പറഞ്ഞു വരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഉറക്ക ക്ഷീണം എനിക്ക് അവൻ്റെ ഉറക്കം അതൊന്നും കംപ്ലീറ്റ് ആവുന്നില്ല. ഞാൻ വരുന്നില്ല എന്ന് ഞാൻ മുഖത്ത് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്നെ കൊണ്ട് വയ്യ കേസ്, ഇവനെയും കൊണ്ടിട്ട് അങ്ങോട്ട് പോയിട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേപോലെ എൻ്റെ വെപ്പൺസ് ഞാൻ കാണിച്ചു തരാം. 3D 1 2 3 കണ്ട അല്ലെങ്കിൽ പിസ്റ്റോലൊക്കെ പൊട്ടിച്ചോണ്ട് ഇപ്പോൾ സ്റ്റിക്ക് ചെയ്ത് പോകുമ്പോൾ വിഷയം ഉണ്ട്. വെപ്പൺസാണ് നമ്മുടെ കയ്യിലുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആവശ്യം വരെയൊന്നും പറയാനും പറ്റൂല കേസ്. കാരണം വില കള്ളമാ ഷിൻജാൻ പിടിച്ചോണ്ട് പോയി അല്ലെങ്കിൽ വല്ല ആൾക്കാർ കിട്ടണപ്പോൾ നമ്മളെ പിടിച്ചോണ്ട് പോയി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗൺസൊക്കെ എടുത്താൽ മതി, എടുത്ത് പൂശന്നെ പൂശ. അവിടെ ഷിൻജാനെ ഇങ്ങനെ വല്ലതും ഉണ്ടാവുകയാണെങ്കിലേ നീ കാര്യം ചെയ്യും. എൻ്റെ ഫോണിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു സിഗ്നൽ അങ്ങോട്ട് വിട്ടേക്ക് ഫയർ റോളിൻ്റെ സാധനമൊക്കെ എൻ്റെ സിഗ്നലിൽ വിട്ടേക്ക്. ഞാൻ ഉടനെ കൊണ്ടുവന്നിട്ട് നിരീക്ഷിച്ചിട്ടുണ്ട്. അതിനെന്താ ഫ്രാങ്ക്ലിനാ ഞാനൊക്കെ ഉണ്ട്. ഫ്രാങ്ക്ലിനാ പഠിക്കാൻ പോണത് അവിടെ മേലേക്ക്. ഫ്രാങ്ക്ലിനാ പോവണ്ട. അപ്പോൾ മോനെ കിടന്ന് ഉറങ്ങണ്ട, നിനക്ക് തന്നെ ഉറങ്ങണം. കിടന്നുറങ്ങണം അതായത് നേരെ മേലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മളുടെ വീഡിയോക്ക് 5K ടാർഗറ്റായി. അപ്പോൾ ഞാനാണെങ്കിൽ കൂടെ വീട്ടിൽ എടുക്കട്ടെ കേട്ടോ. എന്ത് പറയണേ ഗൈസ്, നമുക്ക് ഇന്ന് ഉറങ്ങിയിട്ട് വരാം. നമുക്കത് ഇതൊന്നും മാറ്റട്ടെ, നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റട്ടെ. അങ്ങനെ തന്നെ തൊപ്പിയും കണ്ണൊക്കെ മാറ്റല്ലേ. കാരണം തൊപ്പിയും കണ്ണൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസമുണ്ട്. അയ്യോ ചേ എന്നിട്ട് കഷ്ടത്. അങ്ങനെ ഓൾറൈറ്റ്, നമുക്കപ്പോൾ എടുക്കാം. നമുക്കൊന്ന് കുറച്ച് തന്നെ കിടന്ന് വിശ്രമിച്ചിട്ട് വരാം. ഓൾറൈറ്റ്,
ഓക്കെ ഗൈസ്, സമയം ഞാൻ നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോക്ക് 5K ടാർഗറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പറയണ കമൻറ്റിൽ പറയണ നിങ്ങൾക്ക് എന്ത് പ്രോപ്സ് വെച്ചിട്ടാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ അത് മൊത്തം ഞങ്ങളുടെ ഭംഗിയിൽ വെച്ച് സെറ്റ് ചെയ്യിപ്പിക്കണതായിരിക്കും കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ താഴ്ത്തിക്കൂട്ട് നമുക്ക് ഷോറൂമിലേക്ക് പോകട്ടോ ഗൈസ്. കാരണം ഷിൻചാനെ കണക്ക് കിടന്നുണ്ട്. ഷിൻചാൻ അറിയേണ്ട കേസ്, കാരണം ഷിൻചാൻ ഞാൻ ഷിൻചാൻ കിടന്ന് ഓർക്കുക ഷിൻചാൻ അവിടെ അടിക്കുക പറയാൻ പറ്റില്ല. കാരണം ഷിൻചാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നമുക്ക് ഷിൻചാനൊന്നും പുള്ളിക്കാണ്ട് നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് കൊണ്ട് ചെല്ലാം. കാരണം ഷിൻചാൻ ആരെയും ഒന്നും പിടിച്ചുകൊണ്ട് പോകുന്നില്ല കേസ്. കാരണം ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം ഞാൻ ഇവിടുത്തെ വലിയൊരു ഗ്യാങ്സ്റ്ററാണ്. നോക്ക് വണ്ടി അടിച്ച് പറ്റുന്ന കാര്യത്തിലേറെ ഞാൻ ഇവിടുത്തെ വലിയൊരു ഗ്യാങ്സ്റ്റർ. അവിടോട്ട് ആര് വന്നാൽ അടിക്കും ഷിൻചാൻ്റെ കൊടുത്തൂല അടിക്കത്തൂല്ലേ. അങ്ങനത്തെ ഒരു വീടുള്ള കാര്യം പോലും ആർക്കും അറിയില്ല. അതുകൊണ്ടിട്ട് ആര് വന്ന് ഈ വീട്ടിൽ വരുന്ന പോലും അറിയില്ല. എന്തായാലും കേസ് നമുക്കത് വിട്. നമുക്കൊന്നല്ലേ നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ എയർപോർട്ടിലേക്ക്. ഇതെന്തത് പാലോർക്കൂടോ അങ്ങനെ തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മളപ്പോൾ നേരെ പോകണം തുടയ്ക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ കേസ് നമ്മളെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. നോക്കാം നമുക്ക് പോണ വഴികളൊക്കെ അറിയാമല്ലോ. അതിലല്ലാണ്ട് ലെസ്റ്ററിൻ്റെ ഒരു വലിയ ബാങ്ക് റോബറും ഇതൊക്കെ. എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഓൾഡർ നമ്മളെ ഷോറൂമിലേക്കാണ് പോണത്. അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് പാർട്ടായിട്ട് ചിലപ്പോൾ അതായിരിക്കും വരിക. കാരണം എന്തായാലും നമ്മുടെ ഒരു വീഡിയോ ഇട്ടുണ്ടെന്നുള്ള ചാനലിൽ നമ്മൾ ചിലപ്പോൾ അതായിരിക്കും സെക്കൻഡ് പാർട്ടായിട്ട് വരിക. ചിലപ്പോൾ അതായിരിക്കും ഈ വീഡിയോയുടെ വേണ്ട അതായിരിക്കും വരിക. അല്ലെങ്കിൽ വേണ്ട നമുക്ക് ബസ് എടുക്കണതിൻ്റെയൊക്കെ ചെറിയൊരു വീഡിയോ നമ്മുടെ ചാനൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വേണ്ട, നമുക്ക് ബസ്സിൻ്റെ ഒക്കെ നമുക്ക് സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഷിൻചാനും ഉണ്ടാവും, അമ്മയും ഉണ്ടാവും, അച്ഛനും ഉണ്ടാവും, ചേട്ടനും ഉണ്ടാവും, ഞാനുണ്ടാവും. ടോട്ടൽ 5 പേരാണ് ഉണ്ടാവുക. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യില്ല. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഗൈസ് ഞാൻ എന്തുട്ടായിരുന്നു അയ്യോ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ